Welcome to this session. I am Shruti Pexon, Faculty of Department of Zoology, St. Dominic's College, Kanjirappalli, Kottayam. In this module, we will discuss about one of the important chapters in zoology, mainly in biology, that is molecular basis of inheritance. So we can move on to our contents. First, we will discuss about the genetic material, that is about the DNA, deoxyribonucleic acid, and we will move on to the structure of a polynucleotide chain, and the last topic that we will discuss today is the double helix model of deoxyribonucleic acid. So the DNA refers to deoxyribonucleic acid. It is the genetic material for most of the organs. ഒരുപാട് ഇപ്പോൾ ഹ്യൂമൻസിലായിരുന്നാലും അതേപോലെ പ്ലാന്റ്സിൻ്റെ കേസിലായിരുന്നാലും അനിമൽസിൻ്റെ കേസിലായിരുന്നാലും എല്ലാ ഓർഗാനിസംസിൻ്റെയും ജനറ്റിക് മെറ്റീരിയൽ ഡിയോക്സി ആസിഡ് അല്ലെങ്കിൽ DNA ആണ്. ജനറ്റിക് മെറ്റീരിയൽ DNA മാത്രമല്ല RNAയും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ട്. ഫോർ എക്സാമ്പിൾ വൈറസസ്. ഓക്കെ, വൈറസിൻ്റെയൊക്കെ ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. പക്ഷേ വൈറസുകളിലും എക്സെപ്ഷൻ ഉണ്ട്. DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസുകളുണ്ട്, ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള വൈറസുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു വൈറസാണ് ടുബാക്കോ മൊസൈക് വൈറസ്. Actually, DNA is the genetic material in most of the organisms except some viruses. Okay, and example tobacco mosaic virus. It has got RNA as its genetic material. DNAയുടെ കുറച്ച് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ DNA ഇറ്റ് ഡസൻ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു എൻസൈമായിട്ട് ഫങ്ഷൻ ചെയ്യാൻ DNAക്ക് സാധിക്കില്ല. പക്ഷേ RNA അങ്ങനെയല്ല. ഇറ്റ് ആക്ട് ആസ് ആൻ എൻസൈം ഓർ ആക്ട് ആസ് എ കാറ്റലൈറ്റ്. ഓക്കെ, ഒരു കാറ്റലിറ്റിക് ഫങ്ഷൻ RNA പ്ലേ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു അഡാപ്റ്ററായിട്ട് ഫോർ എക്സാമ്പിൾ tRNA. ഓക്കെ, ട്രാൻസ്ഫർ RNA ആക്ട് ആസ് ആൻ അഡാപ്റ്റർ മോളിക്യൂൾ. കാറ്റലിറ്റിക് ഫങ്ഷൻ എക്സിബിറ്റ് ചെയ്യുന്ന RNA ആണ് rRNA അല്ലെങ്കിൽ റൈബോസോമൽ RNAs ഒക്കെ കാറ്റലിറ്റിക് ഫങ്ഷൻ എക്സിബിറ്റ് ചെയ്യുന്ന റൈബോന്യൂക്ലിക് ആസിഡ്സ് ആണ്. അതേപോലെ RNAസിന് മെസ്സഞ്ചേഴ്സ് ആയിട്ടും ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, RNA മോസ്റ്റ്ലി ആക്ട് ആസ് മെസ്സഞ്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA. അപ്പോൾ RNAയുടെ ഒരു ഫീച്ചറാണ് അത് ഡിസ്റ്റിങ്ക്റ്റ് റോൾ അതിന് പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. പല ടൈപ്പ് RNAs ഉണ്ട്. rRNA ഉണ്ട്, mRNA ഉണ്ട്, tRNA ഉണ്ട്. tRNA refers to transfer RNA, rRNA refers to ribosomal RNA, mRNA refers to messenger RNA. ആൻഡ് ഒരു DNAയുടെ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൻ്റെ ബേസ് പെയറിൻ്റെ നമ്പർ അനുസരിച്ചാണ്. അപ്പോൾ ഒരു DNA മോളിക്യൂൾ അതിനകത്ത് കുറച്ച് ബേസ് പെയറിങ്ങേ ഉള്ളൂ എങ്കിൽ ആ DNAയുടെ ലെങ്ത് വളരെ ചെറുതായിരിക്കും. ആക്ച്വലി ദ നമ്പർ ഓഫ് ബേസ് പെയർസ് ഓഫ് ഓർ ദി ന്യൂക്ലിയോടൈഡ് ഡിറ്റർമൈൻസ് ദി ലെങ്ത് ഓഫ് ദി DNA. ഒരു DNAയുടെ ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിലെത്ര ബേസ് പെയർസ് ഉണ്ട് എന്നുള്ളതിന് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് ഹ്യൂമൻ DNA ഹാപ്ലോയിഡ് കേസിൽ, ഓക്കെ, ഒരൊറ്റ സെറ്റ് DNA ഉള്ള ഒരു ഹ്യൂമൻ സെൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് 3.3 into 10⁻⁹ ബേസ് പെയർസ്. ഓക്കെ, അത് ഏകദേശം 1.1 മീറ്റർ ലെങ്തോളം വരും. ഓക്കെ, ഒരു ഹ്യൂമൻ DNAയുടെ ഹാപ്ലോയിഡ് സെറ്റിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലോയിഡിയുള്ള ഒരു ഹ്യൂമൻ സെല്ലിനകത്തുള്ള ന്യൂക്ലിയസിനകത്തുള്ള DNAയുടെ ലെങ്ത് വന്നിട്ട് 1.1 മീറ്ററോളം ഉണ്ടാവും. അതായത് ദ ഹ്യൂമൻ DNA ഹാസ് ഗോട്ട് 3.3 into 10⁻⁹ ബേസ് പെയർസ്. അതേ കേസിൽ ബാക്ടീരിയോഫേജസിൻ്റെയൊക്കെ കേസിൽ ഇറ്റ് ഹാസ് ഗോട്ട് വെരി ഫ്യൂ ബേസ് പെയർസ്. ഫോർ എക്സാമ്പിൾ 5386 ബേസ് പെയർസ് ഇൻ ബാക്ടീരിയോഫേജസ്. അതേപോലെ ബാക്ടീരിയോഫേജ് ലാംഡ, it is another type of bacteriophage that infects the bacteria. Actually it is a virus. Okay, bacteriophages are viruses that can infect the bacteria. ബാക്ടീരിയകളെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസുകളെയാണ് നമ്മൾ ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത്. ബാക്ടീരിയോഫേജ് ലാംഡ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വൈറസ് ആണ്.
and it has got a total of 48,502 base pairs. ഓക്കെ, അതേപോലെ എസ്ട്രീഷ്യ കോളൈ അല്ലെങ്കിൽ ഈ കോളൈ, അതൊരു ബാക്ടീരിയ ആണ്. നമ്മുടെ ഹ്യൂമൻസിൻ്റെയും അതേപോലെ മറ്റ് അനിമൽസിൻ്റെയൊക്കെ ഇൻറ്റസ്റ്റൈനിൽ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ് എസ്ട്രീഷ്യ കോളൈ. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് 4.6 into 10⁻⁶ base pairs. Okay. So actually the number of base pairs or the nucleotide determines the length of the DNA. And talking about the structure of polynucleotide chain, നമുക്കറിയാം DNA അത് it is a long polymer of nucleotide chain, അല്ലെങ്കിൽ ഒരുപാട് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലോങ് പോളിമർ ആണ് ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ് ആസ് വെൽ ആസ് റൈബോന്യൂക്ലിക് ആസിഡ്. And each nucleotide is composed of 3 elements. ഒരു ന്യൂക്ലിയോടൈഡിൽ 3 elements ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് നൈട്രോജീനസ് ബേസ്. ഓക്കെ, ഒരു നൈട്രോജീനസ് ബേസ് ഉണ്ടാകും, അതേപോലെ ഷുഗർ ഉണ്ടാകും, ഒരു പെൻറ്റോസ് ഷുഗർ ഉണ്ടാകും, അതേപോലെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ടാകും. ഈ 3 കമ്പോണൻസ് ആണ് ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസിലുള്ളത്. ഓക്കെ, അതിനകത്ത് നൈട്രോജീനസ് ബേസ് മെയിൻലി 5 ടൈപ്പ് ഉണ്ട്. Okay, first one adenine, guanine, cytosine, thymine and uracil. Okay, these are the nitrogenous bases. അതിനകത്ത് യുറാസിൽ എന്ന് പറയുന്ന നൈട്രോജീനസ് ബേസ് അത് RNAയിൽ മാത്രം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, ഇൻ കേസ് അതിൻ്റെ DNA കേസിലാണെങ്കിൽ thymine ആണ് യുറാസിലിന് പകരം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നൈട്രോജീനസ് ബേസ്. ഓക്കെ, അപ്പോൾ നൈട്രോജീനസ് ബേസ് ആക്ച്വലി 2 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ഇസ് പ്യൂരിൻസ് ആൻഡ് സെക്കൻഡ് ഇസ് പിരമിഡിൻസ്. പ്യൂരിൻസ് 2 എണ്ണമാണുള്ളത്, അഡിനിൻ ആൻഡ് ഗ്വാനിൻ. ഓക്കെ, ഈ അഡിനിനും ഗ്വാനിനും നമുക്ക് DNA-യിലും അതേപോലെ RNA-യിലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിരമിഡിൻസ് 3 എണ്ണം ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ സൈറ്റോസിൻ, സെക്കൻഡ് ഇസ് thymine, then third one is uracil. ഓക്കെ, സൈറ്റോസിൻ, thymine ആൻഡ് യുറാസിൽ. ഇതിനകത്ത് സൈറ്റോസിനും thymine-ഉം നമുക്ക് DNA-യിലും സൈറ്റോസിനും യുറാസിലും നമുക്ക് RNA-യിലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്യൂരിൻസും പിരമിഡിൻസും തമ്മിലുള്ള ഒരു മെയിൻ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ പിരമിഡിൻസ് ഒരു സിംഗിൾ റിംഗ് സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, പിരമിഡിൻസിൻ്റെ ഒരു കെമിക്കൽ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൈറ്റോസിൻ, thymine അതേപോലെ യുറാസിലിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഹാസ് ഗോട്ട് എ സിംഗിൾ റിംഗ്. പക്ഷേ പ്യൂരിൻസ് അതല്ല, ഡബിൾ റിംഗ്ഡ് സ്ട്രക്ചറാണ് പ്യൂരിൻസിനുള്ളത്. ഓക്കെ, സോ നമുക്ക് നൈട്രോജീനസ് ബേസ് ആക്ച്വലി DNA-യുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ആയിട്ടുള്ള DNA-യുടെ ഈ ഒരു പ്ലേസിലായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ആക്ച്വലി DNA-യുടെ സ്ട്രക്ചർ ഒരു ലാഡർ പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. ഒരു ഏണിപ്പടിയുടെ ഷേപ്പോട് കൂടിയാണ് DNA-യുടെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഇപ്പോൾ 2 സ്ട്രാൻഡുകളുണ്ട്, ഇടയ്ക്ക് ഒരുപാട് നൈട്രോജീനസ് ബേസുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് അതിൻ്റെ ഒരു കെമിക്കൽ സ്ട്രക്ചറാണ് DNA-യുടെ. ഇതൊരു ലാഡറിൻ്റെ സ്റ്റെപ്പ് കണക്ക് നമുക്ക് നൈട്രോജീനസ് ബേസുകൾ, അതായത് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, thymine നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അറ്റ് ദ സെയിം ടൈം ഇൻസ്റ്റെഡ് ഓഫ് thymine RNA-യിൽ യുറാസിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. thymine-ന്റെ പറയുന്ന മറ്റൊരു പേരാണ് 5-methyl uracil. ഓക്കെ, യുറാസിൽ ഒരു സിംഗിൾ റിംഗ്ഡ് സ്ട്രക്ചറാണ്. യുറാസിലിൻ്റെ 5th കാർബൺ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ thymine എന്ന് പറയുന്നത്. ഓക്കെ, so thymine is also known as 5-methyl uracil and it is accounted for more stability of DNA molecule. Actually DNA-യും RNA-യും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ DNA is having more stability than RNA. That is because of the presence of thymine. Thymine has got an extra stability. Okay, അതുകൊണ്ട് DNA is more stable. ഇത് പ്യൂരിൻസിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, നൈട്രോജീനസ് ബേസുകളാണ് ഇതൊക്കെ. പ്യൂരിൻസ് ഗ്വാനിനും അഡിനിനും നേരത്തെ പറഞ്ഞു. പ്യൂരിൻസിന് ഡബിൾ റിംഗ് സ്ട്രക്ചറാണ്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഡബിൾ റിംഗ് സ്ട്രക്ചർ. അഡിനിനും this is the first ring and here you can find the second ring. പിരമിഡിൻസ് സൈറ്റോസിൻ, thymine, uracil ഉണ്ട്. അതിനകത്ത് സൈറ്റോസിൻ, thymine in DNA and uracil in RNA, and pyrimidine has got a single structure. Okay, സിംഗിൾ റിംഗ് സ്ട്രക്ചർ മാത്രമേ പിരമിഡിൻസിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ.
ഇനി ന്യൂക്ലിയോടൈഡിലുള്ള രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് ഷുഗർ. ഓക്കെ, ഡി എൻ എയിലും ആർ എൻ എയിലും നമുക്ക് പെൻറ്റോസ് ഷുഗേഴ്സ് ആണ് നമുക്ക് കാണുന്നത്. പെൻറ്റോസ് മീൻസ് 5, പെൻറ്റ മീൻസ് 5, അതായത് 5 കാർബൺ ഷുഗർ ആണ് ഡി എൻ എയിലും അതേപോലെ ആർ എൻ എയിലും ഉള്ളത്. 5 കാർബൺ മീൻസ് ഇതൊരു പെൻറ്റോസ് ഷുഗർ ആണ്. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് കാർബൺ, 1 2 3 4 5. ഓക്കെ, അപ്പോൾ 5 കാർബൺ ഉള്ള ഷുഗർ ആണ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഹാസ് ഗോട്ട് ദ നെയിം പെൻറ്റോസ് ഷുഗർ. ഓക്കെ, റൈബോസ് ഇത് വന്നിട്ട് ഡിയോക്സി റൈബോസ് ഷുഗർ, ഇത് റൈബോസ് ഷുഗർ ആണ്. ഓക്കെ, രണ്ടിൻ്റെ സ്ട്രക്ചർ വളരെ സിമിലർ ആണ്. എക്സെപ്ഷൻ ഉള്ള ഒരു പൊസിഷൻ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് കാർബൺ പൊസിഷനിൽ ഓക്സിജൻ ഇല്ല. ഓക്കെ, സെക്കൻഡ് കാർബൺ പൊസിഷനിൽ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ മാത്രം ഉള്ള ഹൈഡ്രജൻ ആറ്റം മാത്രമുള്ള പെൻറ്റോസ് ഷുഗറിനെ നമ്മൾ ഡിയോക്സി റൈബോസ് എന്ന് പറയും. വിത്ത് ഓക്സിജൻ ഉള്ളതിനെ നമ്മൾ റൈബോസ് ഷുഗർ എന്ന് പറയും. രണ്ടിൻ്റെയും സ്ട്രക്ചർ വളരെ സിമിലർ ആണ്, എക്സെപ്റ്റ് ദി ഓക്സിജൻ പ്രസൻസ് ഇൻ ദി സെക്കൻഡ് കാർബൺ ഓഫ് പെൻറ്റോസ് ഷുഗർ. റൈബോസ് ഷുഗറിൽ നമുക്ക് സെക്കൻഡ് കാർബൺ പൊസിഷനിൽ ഓക്സിജൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഡി എൻ എയുടെ കേസിൽ പെൻറ്റോസ് ഷുഗറിൻ്റെ സെക്കൻഡ് കാർബൺ പൊസിഷനിൽ ഓക്സിജൻ ഇല്ലാത്തത് കാരണം, ഓക്സിജൻ ആബ്സെൻ്റ് ആയത് കാരണം ഇറ്റ് ഹാസ് ഗോട്ട് ദ നെയിം ഡിയോക്സി റൈബോസ് ഷുഗർ. ക്ലിയർ ആയോ? ആൻഡ് ദ തേർഡ് കമ്പോണൻറ്റ് ഈസ് a phosphate group. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് നൈട്രോജീനസ് ബേസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് പെൻറ്റോസ് ഷുഗർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഡി എൻ എയിൽ ഡിയോക്സി റൈബോസ് ഷുഗർ ആണുള്ളത്. ഇനി റൈബോസ് ഷുഗറായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്കൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ കെമിക്കൽ ഫോർമുല PO4- ആണ്. P 4 ഓക്സിജൻ. ഓക്കെ, PO4-. ഓക്കെ, and the nucleoside, actually nucleoside refers to the nitrogen base and the sugar molecule. ഈ രണ്ട് കമ്പോണൻ്റ് ഒരുമിച്ചാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ വി വിൽ കോൾ ദാറ്റ് പെർട്ടിക്കുലർ കംപ്ലീറ്റ് മോളിക്യൂൾ ആസ് ന്യൂക്ലിയോടൈഡ്. ക്ലിയർ ആയോ? ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, നൈട്രോജീനസ് ബേസും അതേപോലെ റൈബോസ് ഷുഗറുമായിട്ട് ഒരു ബോണ്ടിങ് ഉണ്ട്. അവിടെ വരുന്ന ബോണ്ടാണ് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അതേപോലെ ടൈഡിൽ വരുന്ന ബോണ്ടിങ് ആണ്. അതായത് ഷുഗറും പെൻറ്റോസ് ഷുഗറും അതേപോലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് ബോണ്ടിങ് വരുന്നത്, ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ബോണ്ട് ഈസ് കോൾഡ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ഒരു പോയിന്റ് ആണ്. ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് വഴിയിട്ടാണ് റൈബോസ് ഷുഗറും അതേപോലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ബോണ്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇൻ കേസ് ഓഫ് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്, അത് നൈട്രോജീനസ് ബേസിൻ്റെയും അതേപോലെ പെൻറ്റോസ് ഷുഗറിൻ്റെയും ഇടയിൽ ഓക്കെ ആണ് ആ ബോണ്ടിങ് വരുന്നത്, എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ, so in nucleotide the phosphate group is attached to the hydroxyl group. Okay, the ന്യൂക്ലിയോടൈഡിൻ്റെ കേസിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഫോസ്ഫേറ്റ് ഇവിടുത്തെ പെൻറ്റോസ് ഷുഗറിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് വഴിയാണ്. ക്ലിയർ? നെക്സ്റ്റ് we will discuss about the double helix model of DNA. The double helix model was first proposed by Watson and Crick in 1953. Double helix എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ പറ്റും. ഇറ്റ് ഹാസ് ഗോട്ട് 2 strands. ഓക്കെ, ഡി എൻ എയുടെ ഒരു പ്രത്യേകതയാണ് 2 സ്ട്രാൻഡ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് നൈട്രോജീനസ് ബേസസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നൈട്രോജീനസ് ബേസസ് എപ്പോഴും ഒരു വളരെ കോംപ്ലിമെൻ്ററി ആയിരിക്കും. അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് മാത്രമേ ബേസ് പെയറിങ് ചെയ്യത്തുള്ളൂ. Okay, this is one of the important feature of DNA double helix, and it was first observed by Erwin Chargaff. Okay, adenine always pairs with the thymine, and guanine always pairs with cytosine. Okay, and the two polynucleotide chain make DNA, where the backbone is of sugar phosphate and the bases are present towards inside. ഈ ഡി എൻ എയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ സ്ട്രാൻഡാണ്. ഓക്കെ, ഈ സ്ട്രാൻഡിലിരിക്കുന്നത് ഷുഗറും, അതായത് പെൻറ്റോസ് ഷുഗർ, ഡിയോക്സി റൈബോസ് ഷുഗറും ഫോസ്ഫേറ്റുമാണ് ഈ സ്ട്രാൻഡിലിരിക്കുന്നത്. നമുക്ക് നൈട്രോജീനസ് ബേസുകൾ നമുക്ക് ഈ ഒരു ലാഡറിൻ്റെ സ്റ്റെപ്പിൽ
ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.